ദൂരദർശൻ പ്രതിനിധി ശ്രീകുമാർ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീകുമാർ, സാധാരണക്കാർക്ക് വേണ്ടി ജീവിച്ച ജനനായകൻ VSനെ എങ്ങനെയാണ് ജനങ്ങൾ അനുസ്മരിക്കുന്നത്? സുപ്രഭ, സാധാരണക്കാരുടെ ഒരു ഇഷ്ട നേതാവായിരുന്നു VS. അതുകൊണ്ട് തന്നെയാണ് ഈ ദർബാർ ഹാളിന് പുറത്ത് ഈ സെക്രട്ടേറിയറ്റിന്റെ അനക്സ് വരെ ആൾക്കാർ ഇങ്ങനെ കാത്തു നിൽക്കുന്നത്. അതായത് മണ്ണിനെ സ്നേഹിച്ച ഒരു നേതാവ്, മണ്ണിനെയും അതുപോലെ തന്നെ മനുഷ്യനെയും ഒരുപോലെ സ്നേഹിച്ച നേതാവ്. ഒരുപാട് ആൾക്കാരാണ് പ്രായമുള്ളവർ. VSനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഉണ്ട്. എന്താണ് VSനെ കുറിച്ച്? നാട്ടുകാരനാണ് VS. ഞാൻ ഹരിപ്പാട് പല്ലനയിലുള്ളതാണ്. VSനെ പോലൊരു നേതാവ് ഇനി ഒരിക്കൽ പോലും ഉണ്ടാകില്ല. കാരണം അന്നത്തെ രാഷ്ട്രീയമല്ല ഇന്നത്തെ രാഷ്ട്രീയം. അതുകൊണ്ടാണ് അന്ന് ജനങ്ങളെ സ്നേഹിക്കുമായിരുന്നു നേതാക്കന്മാർ. ഇന്ന് ജനങ്ങളെ അല്ല സ്നേഹിക്കുന്നത്. അമ്മ, VSനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ അതിന്റെ വർക്കിനൊക്കെ പോകാറുണ്ട്. പിന്നെ ഞാനൊരു കർഷക തൊഴിലാളിയാണ്. അപ്പൊ അതിന്റെ എവിടെയെങ്കിലും അതിന്റെ ഇത് വരുമ്പോഴത്തേക്കും ഞങ്ങൾ എല്ലാവരും പങ്കെടുക്കാൻ പോകാറുണ്ട്. അങ്ങനെ അറിയാം. നേരിട്ട് കണ്ടിട്ടില്ല. അവസാനമായിട്ട് കാണാനായിട്ടാണോ? അതെ. ഞങ്ങൾ ആലപ്പുഴ പല്ലനക്കാരാണ്. ഞങ്ങളിപ്പോ ഒന്ന് കണ്ടിട്ട് പോകാന്നും പറഞ്ഞ് ഞങ്ങൾ വന്നതാണ്. ഒരു കർഷകൻ എന്ന് പറയുമ്പോൾ ഇതിനകത്തൊക്കെ ഉൾപ്പെടുന്ന ഒരു കൂട്ടരാണ്. ശരി. അതായത് ആലപ്പുഴ ജില്ലയിൽ നിന്ന് പോലും ആൾക്കാർ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ കാണാനായിട്ട്. അങ്ങനെ ജീവിതത്തിന്റെ വിവിധ തുറകളിലുള്ള, അത് കർഷക തൊഴിലാളിയാകട്ടെ, കയർ തൊഴിലാളിയാകട്ടെ, ഈ തൊഴിലാളി പ്രസ്ഥാനം ഒരു വലിയ ശ്രീകുമാർ തുടരുക. കവി മധുസൂദനൻ നായർ VSനെ അനുസ്മരിക്കുകയാണ്. അദ്ദേഹമായിട്ട് എല്ലാ സാധാരണക്കാരനും ഉള്ള അടുപ്പമേ എനിക്കും ഉണ്ടായിട്ടുള്ളൂ. എന്നാൽ അദ്ദേഹത്തോട് അടുത്ത് സംസാരിക്കുമ്പോഴെല്ലാം അദ്ദേഹം ഏറ്റവും കൂടുതൽ അകമേ സ്നേഹമുള്ള ഒരു വലിയ മനുഷ്യനാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അതാണ് എനിക്കുണ്ടായിട്ടുള്ള അനുഭവം. ആ സ്നേഹം അഖില കേരളീയരോടും അദ്ദേഹം പുലർത്തിയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അദ്ദേഹം ശരിക്കും എൻ്റെ മനസ്സിൽ വരുന്നതനുസരിച്ച് അദ്ദേഹം നമ്മുടെ നാടിൻ്റെ ധീരതയുടെ ഒരു ഇതിഹാസമാണ്. ധീരതയുടെ ഇതിഹാസം. ആ ഇതിഹാസം മരിക്കില്ല. അഗ്നിയിൽ ഉയർത്തു, അഗ്നേയമായിട്ട് തന്നെ ജീവിച്ചു, അഗ്നിയായിട്ട് തന്നെ അദ്ദേഹം നിലനിൽക്കുകയും ചെയ്യും.